അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളെ ആഗ്രഹങ്ങൾ. നമ്മൾ ഓരോരുത്തർക്കും പല ആഗ്രഹങ്ങളുണ്ടാവില്ലേ? ഹലാലായിട്ടുള്ള നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവില്ലേ? ഒരുപാട് കടബാധ്യതകളിൽ നിന്നും സാമ്പത്തിക അങ്ങനെ ഒരുപാട് എണ്ണ തീരാത്ത അത്രത്തോളം ഉള്ള ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവും നേടിയെടുക്കാനുള്ള. അപ്പോൾ അതിനുള്ള ഒരു ഇസ്ലാമിക് ടിപ്പാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഒരു നിസ്കാരത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഹാജത്ത് നമസ്കാരം എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആ നമസ്കാരങ്ങൾ തന്നെ പല രൂപങ്ങളിൽ നിസ്കരിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു നിസ്കാരമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ചെയ്തിട്ട് നന്നായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു നമസ്കാരം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, ഏത് രൂപമാണെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ഉളുവൊക്കെ എടുക്കില്ല നിസ്കരിക്കുന്നത് മുമ്പ് നമ്മളെല്ലാവരും ഉളു എടുക്കും. അതേപോലെ നോർമലി നമ്മൾ ഉളുവൊക്കെ എടുത്തിട്ട് ഞാൻ 2 റക്അത്ത് നമ്മളെന്താണോ നമ്മളെ ആഗ്രഹം അത് നമ്മൾ മനസ്സിൽ വിചാരിച്ച് നെയ്യത്താക്കിയും കൊണ്ട് നമ്മൾ 2 റക്അത്ത് നമസ്കരിക്കുക. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹൻ്റെ ശേഷം നമ്മൾ 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റക്അത്തിൽ 20 തവണയും സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ ഓതണം. അങ്ങനെ നമ്മൾ 2 റക്അത്താണ് ഈ ഒരു നമസ്കാരം ഫിനിഷ് ആക്കുന്നത്. ആദ്യത്തിൽ 10 സൂറത്തുൽ ഖുൽ ഹുവല്ലാഹും, രണ്ടാമത്തേൽ 20 അങ്ങനെ ആയിട്ട് നമ്മൾ സലാം വീട്ടുക. വീണ്ടും നിസ്കരിക്കുക. അങ്ങനെ 4 റക്അത്താണ് കേട്ടോ ഇത് നമ്മൾ ടോട്ടലി നമ്മൾ നിസ്കരിക്കേണ്ടത്. മൂന്നാമത്തെ റക്അത്തിൽ സലാം വീട്ടിയതിന് ശേഷം അതായത് രണ്ടാമത്തെ റക്അത്തിൽ നമ്മൾ സലാം വീട്ടി വീണ്ടും നമ്മൾ നിസ്കരിക്കുകയാണ്. അതിൽ ഫസ്റ്റത്തെ മൂന്നാമത്തെ റക്അത്തിൽ 30 തവണ നമ്മൾ ഇതേപോലെ സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. രണ്ടാമത്തെ റക്അത്തിൽ അല്ലെങ്കിൽ നാലാമത്തെ റക്അത്തിൽ നമ്മൾ വീണ്ടും 40 തവണ ഓതണം. അങ്ങനെ സലാം വീട്ടിയേക്കന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, 50 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. അതിന് ശേഷം 70 സ്വലാത്ത്, നമുക്കറിയുന്ന സ്വലാത്ത് ഏതും ചൊല്ലാം 70 തവണ. അതിന് ശേഷം 70 തവണ തന്നെ നമ്മൾ വീണ്ടും ലാ ഔല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അളീം എന്ന ഈ ദിക്ർ നമ്മൾ 70 തവണ ചൊല്ലണം. അത് കഴിഞ്ഞ് നമ്മൾ സുജൂദിൽ കിടന്നിട്ട് നമുക്ക് എന്താണ് നമുക്ക് ആഗ്രഹം അത് അള്ളാഹുവിനോട് ചോദിക്കുക. നമുക്ക് ഓരോരുത്തർക്കും പ്രഷ്യസ് ആയിട്ടുള്ള ഓരോ നേടിയെടുക്കാനുള്ള ഓരോ കാര്യങ്ങളുണ്ടാവില്ലേ, അത് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക. നമ്മൾ ചോദിച്ചാൽ അള്ളാഹ് തരും. അത് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ അള്ളാഹുവിനോട് അടുക്കുമ്പോഴാണ് നമുക്ക് അള്ളാഹ് തരിക. അല്ലാതെ നമ്മൾ നിസ്കരിക്കുക അല്ലെങ്കിൽ ഖുർആനൊന്നും അതൊന്നും ഇരുന്നാലൊന്നും അള്ളാഹ് നമുക്ക് തരൂല. നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് എന്താണോ നിർബന്ധ ബുദ്ധി കൊണ്ട് ആഗ്രഹമുള്ളത് അത് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അള്ളാഹു നിറവേറ്റി തരട്ടെ. ആമീൻ. ഞാൻ ഇപ്പോൾ കുറേ ഗ്യാപ്പ് വന്ന് വീഡിയോസൊക്കെ ഇടാൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഞാൻ വീണ്ടും നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.